ചൂരൽമല മുണ്ടക്കൈ വിഷയത്തില് ഇന്ന് അവിടെ സമരത്തിന്റെ പാതയിലാണ് ജനങ്ങളുള്ളത്. എങ്ങനെയാണ് ഇന്ന് സമരം? MLA നിങ്ങൾ എന്തിനാണ് 178 ആളുകൾ എന്ന് ഈ സർക്കാർ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളെയാണല്ലോ സർവകക്ഷി യോഗത്തിന് വിളിച്ചത്. ഞങ്ങളെ വിളിച്ചിട്ടില്ല. ഞങ്ങളത് പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാൻ അവസരമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് 178 വീടുകളെന്ന് കോംപ്രമൈസ് ചെയ്തപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കാൻ നിങ്ങൾ തയ്യാറാകത്തത് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുന്നത്. മധ്യപ്രദേശും ഛത്തീസ്ഗഡും അടക്കം കോടികൾ ഈ ചൂരൽമലയ്ക്ക് കൊടുത്തപ്പോൾ നിങ്ങളുടെ കർണാടക കൊടുത്ത 20 കോടി കൊണ്ട് നിങ്ങൾ വലിയ മേന്മയാക്കി പറഞ്ഞുകൊണ്ട് നടന്നു. ഇതല്ലേ നിങ്ങൾ ചെയ്തത്? പക്ഷേ നിങ്ങളെക്കാൾ 4 ഇരട്ടി കോടികൾ കൊടുത്തിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്ന് നിങ്ങൾ മറച്ചുവെച്ചു. സാസ്കി ഫണ്ടിലൂടെയാണ് ഈ എസ്റ്റേറ്റിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് എന്ന് ആവർത്തിച്ച് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങളെല്ലാം കോംപ്രമൈസിന്റെ പാതയിലാണ്. ഈ കോംപ്രമൈസ് അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഒരു ധാരണയുടെ പുറത്താണ് പോകുന്നത്. നിങ്ങൾക്ക് 1026 അല്ല, 410 അല്ല, 100 ആളുകൾക്കാണ് പിണറായി വിജയൻ വീട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതും സമ്മതിക്കും. കാരണം നിങ്ങൾക്ക് അവിടെ ടൂറിസം ഉണ്ടാകണം. ബഹുമാനപ്പെട്ട MLA ആസൂത്രിതമായിട്ടുള്ള നീക്കം MLAയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്തത്. അതുകൊണ്ടാണ് 1026 കുടുംബങ്ങൾക്ക് പകരം 410 ചുരുക്കിയപ്പോൾ അതിൽ നിന്ന് 178 നിങ്ങൾ കോംപ്രമൈസ് ചെയ്തത്. അവിടെ നിങ്ങളുടെ ആളുകളാണ് റിസോർട്ടും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഏക്കർ കണക്കിന് ഭൂമികൾ ഒലിച്ചു പോയപ്പോൾ 7 സെന്റ് ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കോംപ്രമൈസ് ചെയ്ത് നിങ്ങളാണ്. നെടുമ്പാല എസ്റ്റേറ്റ് ഏറ്റെടുക്കുമെന്ന് ആദ്യം സർക്കാർ പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചപ്പോൾ കണ്ണില്ല എന്ന് നടിച്ചവരാണ് TCP MLA. ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഓരോ ചോദ്യങ്ങളും നിങ്ങൾക്കെതിരാണ്. ഇവിടുത്തെ മൂത്രപ്പുര ഉദ്ഘാടനം ചെയ്താൽ വലിയ മേന്മയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. പക്ഷെ പൊതുജനങ്ങൾ അത് വിചാരിക്കുന്നില്ല. നിങ്ങളെ കോംപ്രമൈസിന്റെ പാതയാണ് ഈ കൽപ്പറ്റ മണ്ഡലത്തെ കൊണ്ടുപോകുന്നത്. വടക്കുമലയിലെ മെഡിക്കൽ കോളേജ് മാറ്റിയപ്പോൾ നിങ്ങൾ എതിർത്തില്ല MLA. ആ സ്ഥലത്ത് എന്തെങ്കിലും പാരിസ്ഥിതിക പ്രശ്നമുണ്ടോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവർത്തിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ എതിർത്തില്ല. നിങ്ങളൊരു പത്രത്തിലും വാർത്ത കൊടുത്തത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ സർക്കാരുകൾ 20 കോടിയും 30 കോടിയും അടക്കം ഉത്തർപ്രദേശും അതുപോലെ തന്നെ മഹാരാഷ്ട്രയും മധ്യപ്രദേശും ഛത്തീസ്ഗഡും അടക്കം കോടികൾ ഈ ചൂരൽമലയ്ക്ക് കൊടുത്തപ്പോൾ നിങ്ങളുടെ കർണാടക കൊടുത്ത 20 കോടി കൊണ്ട് നിങ്ങൾ വലിയ മേന്മയാക്കി പറഞ്ഞുകൊണ്ട് നടന്നു. ഇതല്ലേ നിങ്ങൾ ചെയ്തത്? പക്ഷേ നിങ്ങളെക്കാൾ 4 ഇരട്ടി കോടികൾ കൊടുത്തിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്ന് നിങ്ങൾ മറച്ചുവെച്ചു. സാസ്കി ഫണ്ടിലൂടെയാണ് ഈ എസ്റ്റേറ്റിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് എന്ന് ആവർത്തിച്ച് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങളെല്ലാം കോംപ്രമൈസിന്റെ പാതയിലാണ്. ഈ കോംപ്രമൈസ് അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരത്തിലൂടെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഒരു ധാരണയുടെ പുറത്താണ് പോകുന്നത്. നിങ്ങൾക്ക് 1026 അല്ല, 410 അല്ല, 100 ആളുകൾക്കാണ് പിണറായി വിജയൻ വീട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതും സമ്മതിക്കും. കാരണം നിങ്ങൾക്ക് അവിടെ ടൂറിസം ഉണ്ടാകണം. ബഹുമാനപ്പെട്ട MLA ആ പ്രദേശത്ത് ദുരന്തമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് കിട്ടിയിരുന്നില്ലേ നിങ്ങൾക്ക്? എങ്ങനെയാണ് നിങ്ങളുടെ മെമ്പർ ആ ദുരന്തം നേരത്തെ മനസ്സിലാക്കിയത്? നിങ്ങളുടെ മെമ്പർ എങ്ങനെയാണ് കുറച്ചാളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചത്? നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും നേരത്തെ അറിയാമായിരുന്നു. അവിടെ ഉണ്ടാകാൻ പോകുന്ന ദുരന്തത്തെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ കേന്ദ്ര സർക്കാർ കൊടുത്തപ്പോൾ അത് നിങ്ങൾക്കാണ് ലഭിക്കുക, സാധാരണ ജനങ്ങൾക്കല്ല. നിങ്ങൾ അറിയിച്ചത് ആരെയാണ് എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കോംപ്രമൈസിന്റെ പാതയിൽ പോകുന്ന ഈ സമീപനം അവസാനിപ്പിക്കണം. നേരത്തെ രാജാട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇത്രമാത്രം ഈ ജനങ്ങൾക്കെതിരായിട്ടുള്ള MLA ആ MLAക്ക് 100 മാർക്ക് കൊടുക്കുന്ന മാതൃഭൂമി പത്രം പോലെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രം ആ പത്രങ്ങൾ കൊടുത്തത്. പക്ഷേ നിങ്ങൾക്ക് കൽപ്പറ്റയിലെ ജനങ്ങൾ തരുന്നത് 0 മാർക്കാണ് എന്ന കാര്യത്തിന് ഒരു സംശയമില്ല എന്ന് ഉറക്കെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധത്തിലുള്ള ഭാഗങ്ങളും